പോറ്റുവാൻ അങ്ങകലെ നിന്നു മിന്നും നീ പുണർന്നൊരേ താരകം മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കുരുന്നേ കനവായി മിഴികളെ തഴുകാം ഞാൻ ഉറങ്ങൂ നീ ഉറങ്ങൂ. ഹേ ആൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ഹോസ്പിറ്റൽ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം എന്നുള്ളത്. അറിയില്ല ഇത് ഡെലിവറി വ്ളോഗിന് കൂടെ കണക്ട് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇതൊരു സെപ്പറേറ്റ് വീഡിയോ ആവുമോ എന്നുള്ളത്. എങ്ങനെയാണോ വീഡിയോസ് ഉള്ളത് അതിനനുസരിച്ച് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇസ് ഹോസ്പിറ്റൽ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ റൂമിൽ ആരെയും കാണാണ്ടാവില്ല. അമ്മമാരും ബേബിയൊക്കെ കൂടി ബ്ലഡ് ടെസ്റ്റിന് പോയിരിക്കുകയാണ്. അപ്പോൾ അവർ പോയ സമയത്ത് ഞാൻ ഇൻട്രോ എടുക്കുന്നതാണ് കേട്ടോ. സോ ഇന്ന് 25th ആണ്. 22nd നമ്മുടെ ഡെലിവറി. 22nd കഴിഞ്ഞ് 23rd 24th വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ ഡിസ്ചാർജ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബേബിക്ക് ചെറിയ ഒരു മഞ്ഞപ്പ് ഇന്നലെ കണ്ടു അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അവനത് ഈ ഫോട്ടോതെറാപ്പി സ്റ്റാൻഡിലാണ് കിടത്തണത് കേട്ടോ. ആക്ച്വലി ആൾ ഭയങ്കര കോസി ആയിട്ട് കിടക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ഷേ അവനെ ഡ്രസ്സ് അയച്ചിട്ടിട്ട് എന്താ പറയുക ഐസും മൂടി ഡൈപ്പർ ഇട്ടിട്ടാണ് കിടത്തേണ്ടത്. അപ്പോൾ ആൾക്ക് കുറച്ച് പാടാണ്. ബട്ട് സ്റ്റിൽ ഇതിൻ്റെ ചൂടുള്ളതുകൊണ്ട് ഇവിടെ ഒരു വിധത്തിൽ കിടക്കുന്നുണ്ട്. നമ്മളിങ്ങനെ കോസി ആയി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവൻ കിടക്കുന്നുണ്ട്. അപ്പോൾ അവർ ടെസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. ഇനി വന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. സോ അറിയില്ല ഇന്ന് എത്രത്തോളം ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് സക്സസ് ആവും എന്നുള്ളത്. ലെറ്റ്സ് സീ. യാ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അപ്പോൾ അമ്മമാരതാ ഫസ്റ്റ് ടെസ്റ്റ് കഴിഞ്ഞ് വന്നു കേട്ടോ. എന്നിട്ട് ഇത് അവർ ഫുഡ് കഴിക്കുകയാണ്. ഞാൻ ആക്ച്വലി അവർ പുറത്ത് പോയിരുന്ന സമയത്ത് ടെസ്റ്റിന് കൊണ്ടുവരുന്ന സമയത്ത് ഫുഡ് കഴിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പം ഉണ്ടായിരുന്നു, പിന്നെ കടലക്കറി തോന്നുന്നു. അത് ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിയതാണ്. ആൻഡ് രാധമ്മ വരുമ്പോൾ പുട്ടും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാധമ്മ എത്തുമ്പോൾ ഒരു 8:30 ആവും. എനിക്കാണെങ്കിൽ നേരത്തെ നീക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ട് നേരത്തെ വിശക്കും. അപ്പോൾ ഞാനൊരു 7 o'clock കഴിയുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അങ്ങനെ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഉണ്ണീനൊന്ന് മേലിൽ തുടയ്ക്കാൻ നോക്കുകയാണ് കേട്ടോ. ഇനി ബിൽറുബിൻ ടെസ്റ്റ് എടുക്കാനായിട്ട് ഇവർ ഉണ്ണീനെ കൊണ്ടുപോകണം. അപ്പോൾ അതുകൊണ്ട് അവനെ മേലിൽ തുടച്ച് ഫുൾ ഡ്രസ്സപ്പ് ചെയ്യിക്കാനേ. വെക്കണത് ഇതിൻ്റെ ഉള്ളില് സുഖമായിട്ട് ആരൊക്കെ വെക്കണത്? അവർ പൊന്നാനോ ആനോ? ഞാൻ കഴിച്ചു, ഗുളിക കഴിച്ചു. ഇതുപോലത്തെ കരച്ചിൽ ഇടയ്ക്കിടയ്ക്ക് കരയും കേട്ടോ. നമ്മൾ പേടിച്ചു പോകും. അടി കിട്ടിയിട്ട് കരയണ പോലെ കരയുക. അവനൊന്ന് പീ ഓർ പൂ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം കരയും. പിന്നെ അതുപോലെ ഒരു ഇത്തിരി തണവായി കഴിഞ്ഞാൽ അവന് നല്ല തണവൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സെപ്റ്റംബർ സമയത്തായിരുന്നു ഡെലിവറി. പക്ഷെ നല്ല തണവുണ്ടായിരുന്നു ആ സമയത്ത്. അത് അവന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ അവൻ യൂസ്ഡ് ആയിട്ടോ. ഇപ്പോൾ പിന്നെ ചൂട് തീരെ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ്. നല്ല തണവുണ്ടെങ്കിൽ ഉറങ്ങുള്ളൂ എന്നുള്ള അവസ്ഥയാണ് കേട്ടോ. അങ്ങനെ അതാ അവർ ബിൽറുബിൻ ടെസ്റ്റിന് കൊണ്ടുവന്നു. ടെസ്റ്റൊക്കെ ചെയ്തു. അപ്പോൾ ഇന്ന് ഉച്ച വരെയും കൂടി എന്തായാലും ഫോട്ടോതെറാപ്പിയിൽ ബിൽറുബിൻ ലൈറ്റ്സിൽ ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്തു വെച്ചാലും നമ്മുടെ ഒരു സമാധാനത്തിന് നമ്മൾ ഈ ലൈറ്റ്സിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ണീനെ ഡ്രസ്സില്ലാതെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഐസ് കവർ ചെയ്തിട്ട് ഡൈപ്പർ മാത്രം ഇടിച്ചിട്ടാണ് കിടത്തുക. അപ്പോൾ അങ്ങനെ അതാ ഫുൾ സൈലൻസിൽ, പിൻ ഡ്രോപ്പ് സൈലൻസ് എന്ന് പറയില്ലേ, അതിൽ കൊണ്ട് കിടത്തുകയാണ് കേട്ടോ. ഇല്ലെങ്കിൽ അശ്വൻ കിടക്കില്ല. പിന്നെ ഞാനമ്മയും കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഉണ്ണീനതിൽ കിടത്താനായിട്ട്. അതായത് രാത്രി അവൻ തീരെ കിടക്കില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കരച്ചിലാണ്. അപ്പോൾ നമ്മൾ തൊട്ട് നിന്നാൽ മാത്രമേ കുട്ടിക്കൊരു സെക്യൂർ ഫീലാ തോന്നുന്നു. അപ്പോൾ നമ്മൾ തൊട്ട് നിന്നാൽ മാത്രമേ അവൻ അതിൽ കിടക്കുള്ളൂ. ഞങ്ങൾ രണ്ട് രാത്രി ഉറങ്ങാതെ അമ്മ പിടിച്ചു നിൽക്കും കുറച്ച് നേരം, പിന്നെ കുറച്ച് നേരം ഞാൻ പിടിച്ചു നിൽക്കും. അമ്മയ്ക്ക് നിൽക്കുമ്പോൾ വയ്യായ്ക, എനിക്കും വയ്യായ്ക ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് അവനത്. പക്ഷേ ഇതൊന്നും മാറണ്ടേ എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യാന്നുള്ള അവസ്ഥയായിരുന്നു. ഇത് കൂടിക്കഴിഞ്ഞാലും നമുക്ക് പേടിയല്ലേ. അങ്ങനെ ഒരു വിധത്തിലാണ് കേട്ടോ നമ്മളിത് മാറ്റിയെടുത്തു എന്ന് തന്നെ വേണം പറയാൻ. പിന്നെ അപ്പോഴത്തേക്കും സ്വപ്ന ഡോക്ടർ വന്നു കേട്ടോ റൗണ്ട്സിനായിട്ട്. അങ്ങനെ മാം വന്നിട്ട് ഉണ്ണീനെ കണ്ടപ്പോൾ അയ്യോ ഇതിൽ കടത്തിയോ, അതൊരു വിഷമം എന്ന് പറഞ്ഞിട്ട് നിൽക്കായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് അന്ന് ഡിസ്ചാർജ് ഉണ്ടായിരുന്നു. എന്നെ ഡിസ്ചാർജ് ചെയ്തു. ആൻഡ് ഞാൻ ക്യാമറ ശരിക്കും വെച്ചതാണ്, പക്ഷെ അത് കിട്ടിയില്ല, വീണ് പോയിട്ടോ. പിന്നെ എനിക്കും എല്ലാം ഓക്കെ അല്ലേ എന്ന് ചോദിക്കാനാണ് കേട്ടോ. അപ്പോൾ ബ്ലഡ് ഡിസ്ചാർജ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം ഓക്കെ അല്ലേ, പിന്നെ എന്താ പറയുക സ്റ്റിച്ചിൻ്റെ കാര്യം. അപ്പോൾ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ ഇനി 45 days കാണാമെന്ന് പറഞ്ഞിട്ട് മാം പോകാൻ കേട്ടോ. അപ്പോഴത്തേക്കും അജിത ഡോക്ടർ റൗണ്ട്സിന് വന്നു കേട്ടോ. ഉണ്ണിയുടെ പീഡിയാട്രീഷ്യനാണ്. മാം വരുമ്പോഴാണ് നമുക്ക് ബിൽറുബിൻ്റെ റിസൾട്ട് അറിയുള്ളൂ കേട്ടോ.
അപ്പോൾ മാം പറഞ്ഞത് ഇന്നത്തെ ഉണ്ണീൻ്റെ ടെസ്റ്റ് റിസൾട്ട് ബെറ്ററാണ്. ഇന്ന് ഉച്ച വരെ ഉണ്ണീനെ ഫോട്ടോതെറാപ്പിയിൽ വെച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷം തൊട്ടിട്ട് വെക്കാതെ നാളെ രാവിലെ ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാനാണ്. ടെസ്റ്റ് ചെയ്തിട്ട് നാളെ ബെറ്റർ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഉണ്ണീനെയും കൂടി നാളെ ഡിസ്ചാർജ് ചെയ്യും കേട്ടോ. അങ്ങനെയാണ് മാം പറഞ്ഞത്. പിന്നെ ഇതാ അമ്മമാർ രാധമ്മ ആപ്പിൾ മുറിക്കുന്നുണ്ട്. ആൻഡ് അമ്മയ്ക്ക് ബ്രത്തിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അമ്മ ഇൻഹേലർ യൂസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനത് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ റൂമിലെല്ലാവരും ഫുൾ സൈലൻസിലാണ് കേട്ടോ. ഇവനെ എണീക്കണ്ട, കിടക്കുന്നിടത്തോളം അതിൽ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഫുൾ സൈലൻസിലാണ്. പിന്നെ അപ്പോഴേക്കും വിഷ്ണുവേട്ടൻ വന്നിരുന്നു. വിഷ്ണുവേട്ടൻ ഡ്യൂട്ടിയിലാണ്. അപ്പോൾ ആ വഴി പോയപ്പോൾ ഇന്ന് വന്നതാണ് കേട്ടോ. പിന്നെ അതാ ചേട്ടൻ എത്തിയിരുന്നു കേട്ടോ. ഒരു 12 o'clock ആകുമ്പോൾ ചേട്ടൻ എന്നും അങ്ങനെയാണ് വരിക. ഡെലിവറിക്ക് ശേഷം ഞങ്ങൾക്കുള്ള ലഞ്ചും കൊണ്ടിട്ട് വരും. ആൻഡ് ഈവനിങ്ങിൽ രാധമ്മയും കൊണ്ട് പോവും. പിന്നെ ഒരു 7:30, 8 ഒക്കെ ആകുമ്പോൾ വരും ഡിന്നർ കൊണ്ടിട്ട്. പിന്നെ ലേറ്റ് നൈറ്റാണ് പോവുക. ചേട്ടനാണെങ്കിൽ പോവാതിരിക്കാനും പറ്റില്ല കേട്ടോ, ഷോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. ആൻഡ് വന്നിട്ട് ഇതാ ഉണ്ണീനെ എടുക്കുകയാണ്. ചേട്ടന് ഏറ്റവും പേടിയുള്ള കാര്യമാണ് കേട്ടോ കുട്ടികളെ എടുക്കൽ. പക്ഷേ ഇതിപ്പോൾ അവനുകൊണ്ട് കുട്ടിയാകുമ്പോൾ എന്തായാലും എടുക്കാനും ഒരു കോൺഫിഡൻസും പിന്നെ എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ അത് അവനെടുക്കുകയാണ്. ചേട്ടൻ ഡോക്ടർ എന്താ ചോദിച്ചെന്നറിയോ? ഡെലിവറി കഴിഞ്ഞ് പോയതാണല്ലോ ഹസ്ബൻഡ്, പിന്നെ കണ്ടിട്ടില്ലല്ലോ എന്ന്. എന്താ പറയാ, ഞാൻ പറഞ്ഞു ഉച്ചയ്ക്ക് വൈകിട്ടാണ് വരാറെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊന്നും മാം വന്നപ്പോൾ ചോദിച്ചിരുന്നു കേട്ടോ. മാം റൗണ്ട്സിന് വരെ 9 മണി 9:30 ഒക്കെ ആകുമ്പോഴാണ്. അപ്പം മാം ഇതുവരെ ഡെലിവറിക്ക് ശേഷം പിന്നെ ചേട്ടനെ കണ്ടിട്ടില്ല. അപ്പോൾ ചോദിച്ചിരുന്നു എവിടെ അന്ന് കണ്ടതാണല്ലോ എന്ന് ചോദിച്ചിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ പറഞ്ഞു ചേട്ടൻ ഇങ്ങനെ വരെ ഷോപ്പൊക്കെ ഉള്ളത് കൊണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതാണ് കേട്ടോ പറയുന്നത്. ഉണ്ണീനെ ഇങ്ങനെ ക്ലോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും കേട്ടോ, കണ്ണിൻ്റെ അവിടെയൊക്കെ മഞ്ഞപ്പുള്ളത്. അങ്ങനെ ചെറിയ തോതിൽ അവന് വായുടെ ഉള്ളിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ബെറ്ററായി, പിറ്റേ ദിവസം തന്നെ മാറി. ആൻഡ് അവൻ്റെ ക്യൂട്ട് ചിരികൾ നോക്കൂ. ഞാനിത് ആക്ച്വലി ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ കാണുമ്പോൾ അയ്യോ എനിക്ക് വിഷമാവും കേട്ടോ, എത്ര പെട്ടെന്ന് കുട്ടി വലുതായി എന്നുള്ളത്. പിന്നെ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ കേട്ടോ. ഞാനും ചേട്ടനും ആദ്യം ഇരുന്നു. ലഞ്ച് ചേട്ടൻ്റെ ഷോപ്പിൽ നിന്ന് തന്നെയാണ് കേട്ടോ കൊണ്ടുവരിക. അപ്പം ഞാൻ പറയുമായിരുന്നു എനിക്ക് നോണൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ, നോൺ ചിക്കനൊക്കെ കഴിക്കാൻ തോന്നുന്നു എനിക്ക്. പക്ഷേ ഇപ്പോൾ ഫ്രൈഡ് ഒന്നും ഇപ്പോൾ കഴിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കഴിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുന്നു. പക്ഷേ വെജ് തന്നെ, ചേട്ടൻ്റെ ഷോപ്പിലത്തെ വെജ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു, എൻജോയ് ചെയ്യാണ്. ആൻഡ് ചേട്ടൻ ഫിഷ്, ഞാൻ നോണിൽ ഞാൻ ചിക്കൻ മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർ ഫിഷൊക്കെ കഴിക്കുന്നുണ്ട്, എനിക്ക് എഗ്ഗും മുട്ട ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കഴിക്കുക. പിന്നെ ചേട്ടൻ്റെ വീട്ടിൽ അച്ഛനും അമ്മമ്മയാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ രാധമ്മ പിന്നെ പോയി തുടങ്ങിയല്ലോ. ഡെലിവറിയുടെ സമയത്ത് അച്ഛനും അമ്മമ്മയും മാത്രമേ ഉണ്ടായിരുന്നേ. അപ്പോൾ ചേട്ടൻ ഷോപ്പിൽ നിന്ന് കുറച്ച് കറികളൊക്കെ കൊണ്ടുപോകും. പിന്നെ കുറച്ച് അമ്മമ്മ കുക്ക് ചെയ്യും. അമ്മമ്മയ്ക്കും വയ്യ, അപ്പോൾ കുറച്ച് അമ്മമ്മ കുക്ക് ചെയ്യും. രണ്ടുപേരും കൂടി അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കഴിച്ചിരുന്നത്. പിന്നെ ഇപ്പോൾ രാധമ്മ വരുമ്പോൾ രാധമ്മ കുക്ക് ചെയ്തിട്ടാണ് വരിക കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് പതിവ്. പിന്നെ അത് അമ്മമാരൊക്കെ കഴിക്കായിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ നല്ല രീതിയിൽ റെസ്റ്റ് ചെയ്തു. എല്ലാവരും ഒന്ന് കിടന്നു കേട്ടോ. ഇത് നഴ്സുമാർ കൊണ്ടു തന്നതാണ് കേട്ടോ, ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് ഒക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അപ്പോഴത്തേക്കും ചേട്ടനും അമ്മയൊക്കെ രാധമ്മയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ കുളിക്കാൻ പോവാണ്. അപ്പോൾ അതാണ് അമ്മ ഉണ്ണീൻ്റെ അടുത്ത് കിടക്കണത് കേട്ടോ. അങ്ങനെ അതാ ഞാൻ കുളിച്ച് ഫ്രഷായി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഓൾമോസ്റ്റ് 6:30 ആവാറായി. ചേട്ടനും അമ്മയൊക്കെ പോയി. അമ്മ എങ്ങടാ പോയിരിക്കണേ? മെഡിസിൻ വാങ്ങാനായിട്ട് പോയിരിക്കുകയാണ് കേട്ടോ. എന്നെ ഓൾറെഡി ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്തു. ബേബിക്ക് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ഹലോ ഗുഡ് മോർണിംഗ് കേട്ടോ. ഈ ഒരു പൊന്നാ. അപ്പോൾ ഇൻബിറ്റ്വീൻ ഉണ്ണി കരഞ്ഞതാണ് കേട്ടോ. ഇപ്പോൾ അങ്ങനെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഉണ്ണിക്ക് മഞ്ഞപ്പുണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ. അതിന്ന് ഉച്ചവരെ ആണ് നമ്മൾ നോക്കിയത്. രാവിലെ ടെസ്റ്റ് ചെയ്തു. രാവിലെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇന്നലത്തേക്കാൾ ബെറ്ററാണ് എന്ന് പറഞ്ഞേ. ഇനി നാളെ രാവിലെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് അവന് വേറെ ഇഷ്യൂസ് ഇല്ലെങ്കിൽ അവനെ ഡിസ്ചാർജ് ചെയ്യാമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ഇവിടെ കളിക്കുകയാണ്. ഇനി എന്താണ്, അമ്മ വരണം, ഫുഡ് കഴിക്കണം. ഒരുപാട് കാര്യമൊന്നുമില്ല കേട്ടോ. ഒരു ഹോസ്പിറ്റൽ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ ഞാൻ
ഉണ്ണിനെ കാണാൻ വരണവരും അങ്ങനെയായിട്ടുള്ളതൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഒരുപാട് പേര് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ, അതായത് ഡോക്ടേഴ്സായിട്ടും നേഴ്സായിട്ടും സ്റ്റുഡൻസായിട്ടും ഒരുപാട് പേരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും. കുറേയൊന്നുമല്ല, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും എടുത്തിട്ടില്ല. അതൊരു ബുദ്ധിമുട്ടാണല്ലോ അവർക്കും കൂടി. അങ്ങനെ അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. സോ ബാക്കി അപ്ഡേറ്റ്സ് ഇൻഫോം ചെയ്യാം. പിന്നെ സാധാരണ ചേട്ടൻ രാത്രി വരാറുണ്ട്, നൈറ്റും വരാറുണ്ട് ഫുഡ് കൊണ്ടിട്ട്. പക്ഷെ ഇന്നിപ്പോൾ ഇവൻ ഓക്കെയാണ്, വലിയ കുഴപ്പമില്ല, നമുക്ക് മാനേജ് ചെയ്യാം എന്നുള്ളത് കൊണ്ട് ഇന്ന് വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ വേറെ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാവില്ല. ഡിന്നർ ടൈമിൽ നമുക്ക് കാണാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. അല്ലേ പൊന്ന? പിന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് ചൂട് തട്ടാമെന്നൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ജബ്ലയൊക്കെ ഇട്ട് കിടക്കുകയാണ് കേട്ടോ. അല്ലേ പൊന്ന? നമ്മൾ ജബ്ലയൊക്കെ ഇട്ടല്ലേ? യെസ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചൂട് ശയിക്കാറായിട്ടുണ്ട് കേട്ടോ. ഹലോ കട്ട്ലറ്റ് കഴിഞ്ഞൂല്ലേ? അപ്പോൾ ഇതമ്മ വൈകിട്ട് ചായ വാങ്ങിച്ചു കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ ചായ കുടിക്കാൻ ലേറ്റ്, എനിക്ക് തോന്നുന്നു ആരൊക്കെയോ വന്നു അപ്പോഴത്തേക്കും. അപ്പോൾ ചായ കുടിക്കാൻ ലേറ്റായി. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, കട്ട്ലറ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഞാൻ ഡെലിവറി വ്ളോഗിൽ പറഞ്ഞത്? എനിക്ക് മദറിലെ ക്യാൻറ്റീനിലെ ചിക്കൻ കട്ട്ലറ്റ് ഭയങ്കര ഫേവറേറ്റ് ആണെന്ന്. അപ്പോൾ കട്ട്ലറ്റ് കിട്ടിയില്ല അല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഞാൻ അമ്മയോട്. അപ്പോൾ അതാ വട്ടയപ്പം കഴിക്കുകയാണ്. പിന്നെ അതാപ്പോഴേക്കും ചേട്ടൻ്റെ ഫ്രണ്ട് ഷിരാഗേട്ടനും ചിന്നും നമ്മുടെ അമ്നുക്കുട്ടനും കൂടി വന്നു കേട്ടോ ബേബീനെ കാണാനായിട്ട്. അവന് നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഫോട്ടോ എടുക്കാനൊക്കെ ട്രൈ ചെയ്തു. അപ്പോൾ ഇവൻ പിടിക്കാൻ പോവാ, ഉണ്ണീനെ പിടിക്കാൻ പോവാ. അപ്പോൾ അതുകൊണ്ട് വേഗം നമ്മൾ എടുത്തു ഉണ്ണീനെ. പിന്നെ അമ്നുനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ നമ്മുടെ ഡെലിവറി വ്ളോഗിൽ. തലേ ദിവസവും അന്ന് ഡെലിവറി കഴിഞ്ഞ് ഉണ്ണീനെ കൊണ്ടുവരണ വരെ അവരുണ്ടായിരുന്നു. ഈ ചെറുതിനായിട്ട് അവൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് ശ്രീരാഗേട്ടന് ജോലി ഉണ്ടായിരുന്നു, പക്ഷെ ചിന്നു ഉണ്ണി ഉണ്ടായിരുന്നു ഫുൾ ത്രൂ ഔട്ട്. ചിന്നുവാണ് എനിക്ക് വീഡിയോസൊക്കെ എടുത്തത് കേട്ടോ. അത് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറയാൻ വിട്ടുപോയി. അപ്പോൾ താങ്ക് യുവിൻ്റെ ആവശ്യമില്ല, എന്നാലും താങ്ക് യു. പിന്നെ ഇതാ ഹോസ്പിറ്റലിലുള്ളൊരു ബോക്സ് ആണ്, നമ്മുടെ ടേബിളിലൊരു ബോക്സ് വെക്കും റൂമിൽ. ഞങ്ങൾ ഇത് മൈൻഡ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ലായിരുന്നു. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു മെഡിസിൻ ഇടാനുള്ള ബോക്സ് എന്നാ. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി മെഡിസിൻ ബോക്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തുറന്ന് നോക്കിയിട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷെ ചിന്നു വന്നിട്ട് പറയത്തില്ല തുറന്നില്ലേ, കാരണം അവർ അമ്നുവിനെ അവിടെ അഡ്മിറ്റ് ആക്കിയിട്ട് അവർ കുറേ തവണ നിന്നിട്ടുണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഇത് തുറന്നില്ലേ എന്ന് ചോദിക്കാനാണ് കേട്ടോ. അമ്മയ്ക്കും ബേബിക്കും ഉണ്ട് 2 ബോക്സ്, എല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ അത് അമ്ന് ഫുൾ കളി മൂടാണ് കേട്ടോ. അമ്മ അവനെ പോമഗ്രനേറ്റ് ഒക്കെ കൊടുത്തു നോക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അവൻ തുപ്പായിരുന്നു. അവൻ അതൊന്നും വേണ്ട, അവൻ ഫുൾ ബിസിയാണ്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ ചേട്ടൻ ഇന്ന് വരില്ല എന്ന്. അപ്പോൾ ചേട്ടൻ ഓൾറെഡി ഷീഡാഗേട്ടനെ വിളിച്ച് പറഞ്ഞിരുന്നു ഡിന്നർ വാങ്ങണ ഒരു സ്ഥലമുണ്ട് ചേട്ടൻ വൈകിട്ട് ഓൾറെഡി തന്നെ. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വരുമ്പോൾ ഡിന്നർ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിന്നർ കഴിക്കലൊക്കെ കഴിഞ്ഞു, അത് ഞാൻ എടുക്കാൻ മറന്നു കേട്ടോ. അവരും ഉണ്ടായിരുന്നു ആ സമയത്ത് വർത്താനം പറഞ്ഞിരുന്നിട്ട്. എന്നത്തെയും ഡിന്നർ ഡെലിവറിക്ക് ശേഷമുള്ള എന്നും സെയിം ആണ്, ദോശ ആൻഡ് ഓംലെറ്റ്. അതെൻ്റെ ഫേവറേറ്റ് ആണ്, അവിടെ അടുത്ത് തന്നെ ഉള്ളതാണ്. അപ്പോൾ അവിടെ തന്നെ അവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർ ഞങ്ങളുടെ കഴിക്കലൊക്കെ കഴിഞ്ഞു അവർ പോയി. ആൻഡ് അമ്മ ദാ റൂം ജസ്റ്റ് ഒന്ന് തുടയ്ക്കുകയാണ് കേട്ടോ. ബിക്കോസ് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ആൾക്കാർ വരുന്നതല്ലേ. അപ്പോൾ അവിടെ ക്ലീനിങ് ചേച്ചിമാരുടെ അടുത്ത് അമ്മ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഞാനിത് വൈകിട്ട് ഒന്ന് എടുത്ത് തുടച്ചിട്ട് തിരിച്ചവിടെ തന്നെ വെക്കും കേട്ടോ. അവർ രാവിലെ തന്നെ വന്നിട്ടല്ലേ എടുക്കുള്ളൂ. അപ്പോൾ അവർ വെക്കുന്ന സ്ഥലമൊക്കെ അമ്മയ്ക്ക് അറിയാം. അമ്മ അവിടെ പോയി എടുക്കും, റൂമൊന്ന് തുടച്ചിട്ട് കൊണ്ടുവയ്ക്കും. പിന്നെ ഞാൻ ഉണ്ണീനെ മേലൊക്കെ തുടച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവനെ കുട്ടപ്പനാക്കി ഉറക്കി കിടത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉണ്ണീനെ കുളിപ്പിച്ചിട്ടൊന്നും തുടങ്ങിയിട്ടില്ല. പൊക്കിൾക്കൊടിയൊക്കെ വീണു അവൻ്റെ. പക്ഷേ വീട്ടിലെത്തിയിട്ട് ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ കുളിപ്പിച്ചൊക്കെ തുടങ്ങിയത്. അങ്ങനെ അതാ ഞങ്ങൾ ഉറക്കായി, ഉണ്ണി നല്ല ഉറക്കായി, ഞാനും കിടന്നു കേട്ടോ. അങ്ങനത്തെ ഞാൻ ഭയങ്കര സന്തോഷത്തിൽ ബൈ ബൈ ഗുഡ് നൈറ്റ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അന്നൊരു ട്വിസ്റ്റ് നടന്നു ഗൈസ്. അമ്മ അപ്പോൾ നമ്മുടെ മരുന്ന് കഴിക്കാനുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ ട്വിസ്റ്റ് എന്താ വെച്ചാൽ അന്ന് രാത്രി എനിക്ക് ഭയങ്കര വിറച്ച് പനി വന്നു. ഒരു 1-1:30 ആയപ്പോൾ ഞാനിങ്ങനെ കിടന്ന് വിറയ്ക്കുക. എനിക്ക് അമ്മയുടെ അടുത്ത് അമ്മേനെ വിളിക്കാൻ പറ്റുന്നില്ല, ഉണ്ണീനെ ഒന്ന് അമ്മയുടെ അടുത്തേക്ക് കിടത്താൻ വേണ്ടിയിട്ട് പറയാനായിട്ട്. കാരണം ഉണ്ണിക്കും വരരുതല്ലോ വെച്ചിട്ട് ഞാൻ ഭയങ്കര വിറയ്ക്കലാണ്. എനിക്ക് കൈയൊന്നും അമ്മേനെ വിളിക്കാനായിട്ട് കൈ താഴത്തേക്ക് വെക്കാൻ പറ്റണില്ല, എഴുന്നേൽക്കാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തുള്ള ടേബിളിൽ ഒരു വാട്ടർ ബോട്ടിൽ ഇരിക്കുന്നുണ്ട്. ആ വാട്ടർ ബോട്ടിൽ എടുത്ത് ഞാൻ ബെഡുമ്മ തട്ടിയിട്ട് സൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് അമ്മ എണീറ്റത്. അത്രയും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കാര്യം എന്താ വെച്ചാൽ ഈ പാല് നിറയുമ്പോൾ പനി വരണതാണ്. അപ്പോൾ അമ്മ നഴ്സുമാരോട് വേഗം പോയി പറഞ്ഞപ്പോൾ അവർ വന്ന് നോക്കിയപ്പോൾ അയ്യോ ടെമ്പറേച്ചർ കൂടുതൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്തോ ഭാഗ്യത്തിന് ട്രിപ്പ് ഇട്ടപ്പം എനിക്ക് പിന്നെ കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് റീ അഡ്മിഷൻ ഒന്നും ഉണ്ടായില്ല. പിന്നെ അത് അമ്മ ഉണ്ണീനെ എടുത്തിട്ട് നടക്കുന്നുണ്ട്. അവനെ എണീറ്റിരുന്നപ്പോൾ അവനെ പൂപ്പൊക്കെ പോയപ്പോൾ ക്ലീൻ ചെയ്തിട്ട് അവനെ ഉറക്കാൻ വേണ്ടി നടക്കുകയാണ് കേട്ടോ. ഞാൻ അപ്പോഴത്തേക്കും ബെറ്റർ ആയിട്ട് വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്ചാർജ് ആവുകയാണ്. അപ്പോൾ രാവിലെ തന്നെ അമ്മ ചേച്ചിയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നമ്മുടെ റൂമിൽ ഗേൾസ് ടോക്ക് നടന്നുകൊണ്ടിരിക്കുകയാണേ. പിന്നെ
അപ്പോൾ എന്താ കാര്യം വെച്ചാൽ അമ്മയ്ക്ക് ഇപ്പം മെനോപോസ് ആണേ. അപ്പോൾ അമ്മ ഒരു 2 years ആയിട്ടൊന്നും പീരീഡ്സ് ആവുന്നുണ്ടായിരുന്നില്ല. പക്ഷേ കറക്റ്റായിട്ട് എൻ്റെ ഡെലിവറിയുടെ അന്ന് അമ്മ പീരീഡ്സ് ആയിട്ട്. അപ്പോൾ അതിൻ്റെ കാര്യം പറയായിരുന്നു. ഇത് നമ്മുടെ റൂം ക്ലീൻ ചെയ്യാൻ വന്ന ചേച്ചിയാണ്. അപ്പോൾ നമ്മൾ പപ്പായ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചേച്ചിക്കും കൂടി കൊടുത്തപ്പോൾ ചേച്ചി കുറച്ച് നേരം ഇങ്ങനെ നിന്ന് സംസാരിക്കായിരുന്നു കേട്ടോ അത് കഴിക്കണം വരെ. അപ്പോൾ നമുക്കിന്ന് ഡിസ്ചാർജ് ആണേ. അപ്പോൾ ചേട്ടനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഞങ്ങൾ. പിന്നെ ചേട്ടനെത്തി ബില്ലിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഉണ്ണീനിപ്പോൾ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് വെയിറ്റ് നോക്കാനായിട്ട് കൊണ്ടുപോകുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ കേട്ടോ ചേട്ടനും അമ്മ ചേച്ചിയും കൂടിയിട്ട്. ആ ഗ്യാപ്പിൽ ഞങ്ങൾ ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കംപ്ലീറ്റ് ഡിസ്ചാർജ് ആണ്. പാക്കിംഗ് ഒക്കെ സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മൾ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ എല്ലാ പെട്ടിയും സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വണ്ടിയിൽ എത്തിയിട്ടോ. ഇനി നേരെ തിച്ചൂർക്കാണേ പോണത്. അപ്പോൾ അമ്മമാരും ഞാനും ചേട്ടനും ഉണ്ട്. അമ്മു ചേച്ചി നേരെ വിഷ്ണുവിൻ്റെ അവിടേക്കാണ് പോണേ. അപ്പോൾ നമ്മളങ്ങനെ അതാ അല്ലൂനിയായിട്ട് വീട്ടിലേക്ക് ഉള്ള യാത്രയാണ് കേട്ടോ. ഇനി അധികം ക്ലിപ്സ് ഒന്നും എടുത്തിട്ടില്ല. ബിക്കോസ് വീട്ടിൽ ഇപ്പോൾ ഇന്ന് ചേട്ടനൊരു അതമ്മയും ഞങ്ങളെന്നെ ഇവിടെ ആക്കിയിട്ട് അവർ തിരിച്ചു പോകും. പിന്നെ വീട്ടിൽ ഞാനും അമ്മയും മാത്രമാണ്. പിന്നെ നമ്മളൊരു 1 week കഴിഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റിന് പോകാൻ കേട്ടോ, ശുദ്ധപ്രസവരക്ഷയുടെ ട്രീറ്റ്മെൻറ്റിന്. ബിക്കോസ് ഉണ്ണീനെ നമുക്ക് രണ്ടുപേർക്കും കൂടി മാത്രം ഹാൻഡിൽ ചെയ്യലും എൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ചെയ്തത്. ആൻഡ് നമുക്ക് മെഡിസിൻ ഉണ്ടായിരുന്നു. 6 months വരെ മെഡിസിൻ കഴിക്കണം എന്ന് പറയുമല്ലോ ഡെലിവറിക്ക് ശേഷം. അത് മസ്റ്റായിട്ടും കഴിക്കണം കേട്ടോ. ഞാൻ ആക്ച്വലി ഒരു 2 months മെഡിസിൻ ചേട്ടൻ ഇപ്പോൾ തന്നെ വാങ്ങിച്ചിരുന്നു കേട്ടോ. പക്ഷേ ഞാനത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചൊരു 1 മാസം 1.5 മാസം കറക്റ്റായിട്ട് കഴിച്ചു. പിന്നെ അത്ര ഓർഡറൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ പല കാര്യങ്ങളായിട്ടും ബിസിയാവും, ഉണ്ണിയുടെ കാര്യങ്ങളാവും. അപ്പോൾ നമ്മളെക്കുറിച്ച് അധികം ബോധറിയില്ലല്ലോ. പിന്നെ എനിക്ക് മുടി കൊഴിച്ചിൽ കാര്യമായിട്ട് തുടങ്ങിയപ്പോഴാണ് എനിക്ക് തന്നെ മനസ്സിലായി അയ്യനും കാൽസ്യം ഞാൻ കഴിക്കാത്തത് കൊണ്ടാണെന്ന്. അപ്പം ഞാൻ എടുത്ത് കഴിച്ചു തുടങ്ങി. അപ്പോൾ ഞാൻ മാമിനും മെസ്സേജ് ചെയ്തിരുന്നു. അപ്പോൾ മാം എന്നെ ചീത്ത പറഞ്ഞു കേട്ടോ അയ്യനും കാൽസ്യം നിർത്തിയതിന്. അപ്പോൾ എല്ലാവരും അത് കണ്ടിന്യൂ ചെയ്തോളൂ, ആരും നിർത്തണ്ട. അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ ഒരു വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. Till then, bye bye.